വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് മധുരം കഴിക്കാൻ തോന്നില്ലേ? എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ലഡു പൊട്ടി എന്നൊക്കെ പറയുന്ന മാതിരി എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ ഒരു ലഡു പൊട്ടി, ഒരു ലഡു കഴിച്ചാലോ എന്ന്. പുറത്ത് പോയി ലഡു മേടിക്കാനുള്ള അത്ര ക്ഷമയൊന്നുമില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ലഡു കഴിക്കുമ്പോൾ ആ ലഡു നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് എനിക്കറിയാം. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ നാടൻ ടേസ്റ്റുള്ള പലഹാരങ്ങളോട് കുറച്ച് പ്രിയം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കടയിൽ പോയിട്ട് ഫുഡ് കളറൊക്കെ ചേർത്തിട്ടുള്ള ലഡു മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല. അത് മാത്രമല്ല, ലഡു ഇപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് അങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റില്ലല്ലോ. കടയിലുള്ള ലഡുവിൻ്റെ വില അറിയാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളൊരു 10-20 എണ്ണമൊന്നും ഒന്നിച്ച് മേടിച്ചിട്ട് വീട്ടിലോട്ട് വരില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ 10, 20, 30 എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ആ ലഡു തയ്യാറാക്കാനായിട്ട് ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അവലാണ്. അവൽ വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല കിഡിലൻ ടേസ്റ്റിൽ, നല്ല പഞ്ഞി പോലത്തെ ഒരു ലഡു. ഈ ലഡുവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഒരെണ്ണം കഴിച്ച് ഇങ്ങനെ 1/4 ഭാഗം ആകുമ്പോഴേക്കും നമ്മൾ വേഗം കൈ കൊണ്ട് അടുത്തത് എടുക്കും. ഇത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് വെക്കാമെന്നൊന്നും ഞാൻ പറയില്ല. ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അത് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ കഴിച്ച് കഴിയും. പക്ഷേ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് സൂക്ഷിച്ച് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇതിങ്ങനെ കുറച്ച് നാൾ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ആ ലഡു തയ്യാറാക്കാനായിട്ട് ആദ്യം എന്താണെന്ന് അറിയാം, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ലഡു വെച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ലഡു തയ്യാറാക്കുന്നത് നമ്മുടെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അവലിനെ ആദ്യം വറുത്തെടുത്തിട്ടാണ്. അപ്പോൾ വറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ചൂടായി ചെറിയ തീയിൽ ചൂടായി നല്ല ക്രിസ്പിയായി വരണം. ക്രിസ്പി എന്നൊക്കെ പറഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചാതെ നല്ല ആ പൊടിഞ്ഞ് പൗഡർ ആവുന്ന പോലെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്ന പാകം വരെ ആക്കിയെടുക്കണം. ഒരിക്കലും കരിഞ്ഞു പോരുത്. വെള്ള കളർ അങ്ങനെ തന്നെ നിലനിർത്തുക. എന്നിട്ട് വേണം ഇത് ചെയ്യേണ്ടത്, കരിഞ്ഞു പോകാതെ നല്ല രസമായിട്ട്. ഇതിനിപ്പോൾ വെള്ള അവലും എടുക്കാം, നമ്മുടെ മട്ടരിയുടെ അവലില്ലേ അതും എടുക്കാം. പക്ഷേ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടിയുള്ള അവലല്ല, സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ തിന്നായിട്ട് നമ്മൾ ഈ അവൽ നനയ്ക്കുകയൊക്കെ ചെയ്യില്ല വൈകുന്നേരങ്ങളിൽ, ആ അവൽ വേണം എടുക്കേണ്ടത്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചൂടാക്കി റെഡിയാക്കി എടുക്കുക. ആദ്യം ഞാൻ കുറച്ചാണ് ഉണ്ടാക്കി നോക്കിയത്. ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാനിൽ ഒരു 2 കപ്പ് അവൽ ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നാളെ ഉണ്ടാക്കണം എന്തായാലും. നാളെ പക്ഷേ ഇത്രയൊന്നും അല്ല കേട്ടോ, കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെന്ന് മനസ്സിൽ തോന്നിപ്പോയി. ഇന്ന് ഉണ്ടാക്കി ഈ ലഡു മുഴുവൻ കഴിച്ച് തീർത്തു കേട്ടോ. അത്രയും ടേസ്റ്റി ആയിരുന്നു. നമുക്കിങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഇതിനൊരു ഓവർ മധുരം അല്ല, എന്നാൽ അതിനൊരു നല്ല രസമുള്ളൊരു ഫ്ലേവർ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആ ഒരു ടെക്സ്ചർ ഭയങ്കര രസമാണ്. അപ്പോൾ കൈകൊണ്ട് പ്രസ് ചെയ്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഇത് പൊടിച്ചൊക്കെ എടുക്കണം. പൊടിച്ചിട്ട് വേണം തയ്യാറാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ബാക്കിയുള്ള ലഡു തയ്യാറാക്കുമ്പോൾ അറിയാലോ എന്തൊക്കെ പണിയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ലഡുവിൽ ഒത്തിരി നെയ്യ് ചേരുന്നുണ്ടെന്നും, അതുപോലെ തന്നെ ഇത് ആദ്യം വറുത്തെടുക്കണം. അത് ഒരുപാട്, നമ്മുടെ സാധാരണ ലഡു എങ്ങനെയാണ്, ഒരുപാട് നെയ്യുള്ളത് കൊണ്ടും എണ്ണയുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള ചേരുവകളുടെയും പഞ്ചസാരയുടെ അധികമായിട്ടുള്ള മധുരമൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതേ കണ്ടില്ലേ, കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് അത്യാവശ്യം പൊടി പോലെ ആയിട്ടുണ്ട്. ഇനി അത് മിക്സിയിലും കൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് മിക്സിയിൽ അടിക്കണ്ട, കൈകൊണ്ട് തന്നെ നോക്കിയാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെ നല്ല പേപ്പർ പോലെ ഉണ്ടായിരുന്ന അവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയി കിട്ടും, നല്ല പൗഡർ പോലെ. ഇതിന് മിക്സിയിലടിച്ച് എന്ത് സംഭവിക്കുന്ന അറിയോ, ഇത് പറന്നു പോകും. അമ്മാതിരി ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ പൊടിച്ച് നല്ല പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ശർക്കരയാണ്. അപ്പോൾ പഞ്ചസാര അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇനി പഞ്ചസാര കഴിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു, ഡയറ്റ് കൺട്രോളാണ്, എനിക്ക് അവൽ വേണ്ട എന്നൊന്നും ആരും പറയില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ആർക്ക് വേണോ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി അത് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കര സാധാരണ പോലെ തന്നെ നന്നായിട്ടൊന്ന് ഉരുകി കഴിഞ്ഞാൽ ഒന്ന് അരിച്ചെടുത്തോളൂ. നല്ല ശർക്കരയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഒന്ന് അരിച്ചെടുത്തോളൂ. എന്തെങ്കിലുമൊക്കെ കരടുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ, ഇനി ആ കരടും കൂടെ ചേർത്ത് കഴിക്കണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഇത് വേഗം തന്നെ മെൽറ്റായി കിട്ടും. ഇതൊന്ന് മെൽറ്റായി അതിൻ്റെ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ മധുരത്തിന് ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് പാകത്തിന്, ഇത് ഏത് പാകമാവണമെന്നറിയോ, ഒരു അത്യാവശ്യം ഒരു ഇങ്ങനെ കുറുകിയ, അതായത് തീരെ ലൂസല്ലാത്ത ഒരു പാകത്തിന് വേണം ആയിക്കിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അതിങ്ങനെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് എല്ലാം അലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് ചൂടുള്ള ഒരു ചെറിയ ചൂടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് കുഴയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. അതിനുശേഷം ഇതൊന്ന് അരിച്ച് റെഡിയാക്കി സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്കിതൊന്ന് ലഡു ആക്കി എടുക്കേണ്ടത്. അധിക സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ ലഡു ആണ്. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ചെടുത്തിട്ടുള്ള
ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയും ഏലക്കാപ്പൊടിയും കൂടെ ഒന്നിച്ചാണ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. ഇതൊരു പാകത്തിനായി കഴിഞ്ഞാൽ ഇത്രയും മതി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പാകം. അതായത് ഒരുപാട് ലൂസല്ലാതെ ഒരുപാട് കട്ടിയല്ലാതെ ഈ ഒരു പാകത്തിനാക്കി എടുക്കുമ്പോൾ നമുക്കിതിനെ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ ഈ കൈ കൊണ്ട് നന്നായി പൊടിച്ച് വെച്ചിട്ടുള്ള അവലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ ഈ ഒരു തിക്നെസ് വേണം. നമ്മുടെ അവലേ കുഴച്ച് കഴിയുമ്പോൾ കട്ടിയായി പോവോ എന്നൊരു സംശയം വരുന്നില്ലേ? കട്ടിയൊന്നും ആവില്ല കേട്ടോ. കറക്റ്റ് പാകത്തിനായിരിക്കും. ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വൈകുന്നേരം വരെയൊക്കെ ഇരുന്നു. രാവിലെ ഉണ്ടാക്കിയത് വൈകുന്നേരം വരെയൊക്കെ ഉണ്ടായിരുന്നു ലഡു. അത് കഴിഞ്ഞ് തീർന്നു പോയി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി കഴിച്ചിട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ കട്ടിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, കറക്റ്റായിരുന്നു. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് യോജിപ്പിക്കാൻ. ചെറിയ ചൂടുണ്ട്, അതുകൊണ്ട് കൈ കൊണ്ട് തൊടണ്ടെന്ന് പറഞ്ഞത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് തുടങ്ങാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യും കൂടെ, ഒരുപാട് നെയ്യൊന്നും വേണ്ട, കുറച്ച് നെയ്യ് മതി. അതായത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യരുത്, ഇതിനൊരു ടേസ്റ്റും വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതും കൂടെ കുഴച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടതെന്ന് അറിയോ? ബദാം, കാഷ്യൂനട്ട്, അങ്ങനെ ഏതൊക്കെ നട്ട്സാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ നട്ട്സിനൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചിട്ടോ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞ് പൗഡർ ആവണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് വീണ്ടും കുഴച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടേ? പിന്നെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഉരുളകളായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ശർക്കര ഒഴിക്കേണ്ടത്. ശർക്കര പാനി അതിൻ്റെ പാകത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് നോക്കുക, കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട്, ഇത് കറക്റ്റായിട്ട് ഉരുളകളാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കിയതിന് ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. വളരെ ഹെൽത്തിയാണ്. പിന്നെ ഈ എന്താ പറയുക, ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ നമ്മുടെ ബേക്കറി പലഹാരങ്ങളൊക്കെ നിറയെ കഴിക്കുകയാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും. ഒത്തിരി കഴിക്കുന്നുണ്ട്. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിരുന്നാലും ഇപ്പോൾ ലഞ്ച് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു കുഞ്ഞു ബോക്സിൽ ഇതുപോലെ അവൽ കൊണ്ടൊരു 2 ലഡുവും കൂടെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. അത് മറ്റു കുട്ടികളുടെ ഒപ്പം വരുന്നവർ കഴിക്കുമ്പോൾ അതങ്ങ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അത് അവലാണോ എന്താണെന്നൊന്നും അറിയില്ല, അതുമാതിരി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാം. അതുപോലെ തന്നെ ഈ ഓഫീസിൽ പോകുന്നവർക്കും ഇടയ്ക്ക് ഉച്ചയ്ക്കൊന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു പീസ് ഒന്ന് കഴിക്കാനായിട്ട് ഒരെണ്ണം കൊണ്ടുപോകാം. വീട്ടിൽ നമുക്ക് കഴിക്കാം. വൈകിട്ട് ചായയുടെ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണുമ്പോഴോ TV കാണുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ ഒരു മധുരം കഴിക്കണം തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കാനായിരുന്നാലും ഇപ്പോൾ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നാലും ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, നമുക്കൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണം. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ലഡു, കുറച്ച് അവൽ മേടിക്കുക, ഇതുമാതിരി ഒരു ലഡു ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സന്തോഷം. അപ്പോൾ അതുപോലെ ചെയ്യാനും അങ്ങനെ എന്തിന് തന്നെ ആയിരുന്നാലും ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ സമ്മാനിക്കുന്നതും ഒരു വളരെ നല്ല കാര്യമാണ്. നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ പോയിട്ട് കുറേ ഫുഡ് മേടിച്ചിട്ട് ആ ഫുഡ് കഴിച്ച് ആഘോഷിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നാടൻ വിഭവങ്ങൾ വെച്ചിട്ടും ആഘോഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പലഹാരങ്ങളിൽ കൂടെ നമുക്ക് പലഹാരങ്ങളിലൂടെ കിട്ടുന്ന സന്തോഷം. അപ്പോൾ എനിക്ക് പൊതുവേ നാടൻ പലഹാരങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഫുഡും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് തീരെ ബേക്കറി പലഹാരം കഴിക്കില്ല, അങ്ങനെയൊന്നുമില്ല. ബേക്കറി ഉള്ള പലഹാരങ്ങളും പറഞ്ഞ പോലെ നമുക്ക് കൊതി തോന്നുമല്ലോ, അപ്പോൾ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. എന്നാൽ പോലും ഒരു പടി സ്നേഹക്കൂടുതൽ കേരളത്തിലുള്ള നമ്മുടെ ഈ ഒരു നാടൻ ഫുഡൊക്കെ തന്നെയാണ്. എന്നാലും ബാംഗ്ലൂർ കിട്ടുന്ന അത്യാവശ്യം ഇവിടുത്തെ ഫുഡുകളും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവൽ ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, അതുപോലെ നല്ല സോഫ്റ്റാണ്. പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ഇത് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ സൂക്ഷിക്കാവുന്നതാണ്. കട്ടിയൊന്നും ആയി പോവില്ല. പിന്നെ നട്ട്സൊക്കെ ഇതിന് നട്ട്സിനുള്ള അളവൊന്നുമില്ല കേട്ടോ, അത് എത്ര വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നട്ട്സൊക്കെ ചേർത്ത് വളരെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരി അല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം, അത് നന്നായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അവൽ ഒരുപാട് മിക്സിയിലടിച്ച് പൊടിച്ച് കളയരുത്. ഇതുപോലെ ചെറിയ ചെറിയ തരി വേണം. അതുപോലെ നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനി ചേർക്കുമ്പോൾ ഇത് കൂടുതൽ അങ്ങോട്ട് നനഞ്ഞ് സോഫ്റ്റ് ആവുകയാണ്, വീണ്ടും സോഫ്റ്റ് ആവുകയാണ്. അപ്പോൾ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അലിഞ്ഞ് പോകുന്നൊരു തരം ലഡു കേട്ടോ ഈ ഒരു അവൽ ലഡു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഹെൽത്തി ആയിരിക്കുക. പിന്നെ
കൂടുതൽ ഇതുമാതിരത്തെ നാടൻ പലഹാരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഏത് സമയത്തും കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ പഞ്ചസാര അല്ലാത്തത് കൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. പിന്നെ ഇത് നമുക്ക് ഒഴിവാക്കി നിർത്താം. അയ്യോ ഇത് പറ്റില്ല എന്നൊന്നും ഇതിനകത്ത് പറയാനൊന്നുമില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശ്വസിച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ടും കഴിക്കാൻ പറ്റുന്നൊരു നാടൻ, വളരെ നാടൻ പലഹാരമാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു റെസിപ്പി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാവുകയും ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ലഡു.